ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ച് മരിച്ചു പോയേനെ. എന്നതാണേ, എത്ര നേരമായി പോയിട്ട്? സമയം 8 മണി കഴിയാറായി. പപ്പ വരാനത് നിങ്ങളുടെ ഭാഗ്യം. എന്തായാലും ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. കയറിയിരിക്കുക. ഡാനിയൽ, റീസ, നിങ്ങൾ ഇരിക്കട്ടോ. ഞാനേ നിങ്ങൾക്ക് ഫുഡ് എടുത്തിട്ട് വരാം. ഐസ്ക്രീം കഴിച്ചെങ്കിൽ നല്ല വിശപ്പുണ്ട് ആൻറ്റി. കുറച്ച് ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ താ. എനിക്കറിയാമല്ലോ നിങ്ങൾ ചോറൊന്നും അധികം കഴിക്കില്ലെന്ന്. ചപ്പാത്തിയാണ് വെച്ചിരിക്കുന്നത്. ചപ്പാത്തിയും മട്ടൻ കറിയും തരാം. ഓക്കെ ആൻറ്റി. മക്കളെ കയറിയിരിക്കേ. പിന്നെ മമ്മ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങാൻ നേരത്ത് പപ്പയ്ക്കും അമ്മയ്ക്കും ആൻറ്റിക്കും അങ്കിളിനും കൂടിയുള്ള കലോടും ഡോണറ്റ്സും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ആമിക്കും ലില്ലിക്കും ഉള്ളതും ഉണ്ട്. എന്തിനാ മക്കളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ചിലവാക്കിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചാൽ പോരായിരുന്നോ? എൻ്റെ ആൻറ്റി, ഞങ്ങൾ മേടിച്ചപ്പോൾ എല്ലാവർക്കും കൂടി മേടിച്ചതാ. ആൻറ്റിക്കും അങ്കിളിനും മമ്മിക്കും പപ്പയ്ക്കും ആമിക്കും ലില്ലിക്കും. പ്രത്യേകിച്ച് ആമിക്കും ലില്ലിക്കൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ആഗ്രഹം കാണില്ല കഴിക്കണമെന്ന് അങ്ങനെ മേടിച്ചതാ. ശരി മക്കളെ, ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. പിന്നെ സാറയുടെ എബ്രഹാമിൻ്റെ ഇല്ലേ, ഞാൻ ഇതേ ബോക്സിൽ തന്നെ പാക്ക് ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് വരാവേ. മക്കളെ വിളിക്കുക, ആൻറ്റി ഫുഡ് എടുത്തിട്ട് വരാം. ശരി മക്കളെ, ഞാൻ ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാവേ. ശരി ആൻറ്റി. ആൻറ്റി പിന്നെ പഴുക്ക് കൊണ്ടുവന്നാൽ മതി. അതെനിക്ക് അറിയാമല്ലോ നിങ്ങൾ അങ്ങനെ പറയുള്ളൂന്ന്. ഞാൻ വേഗം കൊണ്ടുവരാം. ഇപ്പോഴത്തെ മഴ പെയ്യുക. നിങ്ങൾ വേഗം പോയിക്കോ, ഇല്ലെങ്കിലേ സാറയുടെ നല്ലപോലെ വഴക്ക് കേൾക്കും. ആൻറ്റി ഒന്ന് വിളിച്ച് പറയുമോ അമ്മമ്മേനെ? ശരി ശരി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഇപ്പോൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാവേ. ശരി ആൻറ്റി. തെരേസ് വാ, വന്ന് ഇവിടെ ഇരിക്കും. എന്റെ പൊന്ന്, നീ കൊല്ലുവടാ നീ.